പ്രമുഖ പണ്ഡിതനും ദീർഘകാലം ചേന്നമംഗളൂർ ഒതയമംഗലം മഹല്ല് ജുമാ മസ്ജിദ് ഒത്തീഫമായിരുന്ന ഇ.എൻ. അബ്ദുള്ള മൗലവിയുടെ മയ്യത്ത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി. ശനിയാഴ്ച ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ വെച്ച് നിര്യാണപ്പെട്ട വാർത്ത അറിഞ്ഞതോടെ നാനാതുറകളിൽ നിന്നും വൻ ജനക്കൂട്ടമാണ് ഇ.എൻ. അബ്ദുള്ള മൗലവിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആദ്യം വീട്ടിലും പിന്നീട് ചേന്നമംഗളൂർ ഇസ്ലാഹിയ കോളേജ് ക്യാമ്പസിലും മയ്യത്ത് പൊതുദർശനത്തിലും വച്ചപ്പോൾ ഒഴുകിയെത്തിയത്. മത, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് രാത്രിയിൽ പോലും ആയിരങ്ങളാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ ജനപ്രവാഹമായി എത്തിയത്. തുടർന്ന് ഞായറാഴ്ച രാവിലെ 8:30 മണിയോടെ ഒതയമംഗലം ജുമാ മസ്ജിദ് പള്ളിയിൽ മയ്യത്ത് നമസ്കാരത്തിനായി എത്തിച്ചപ്പോൾ പള്ളിയും ജനം കൊണ്ട് നിറഞ്ഞൊഴുകി. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ പി. മുജീബ് റഹ്മാൻ നമസ്കാരത്തിന്റെ മുന്നോടിയായി പ്രഭാഷണം നടത്തി. ദീർഘകാലം ഇസ്ലാമിയ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തൻ്റെതായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടാണ് ഇ.എൻ. അബ്ദുള്ള മൗലവി അള്ളാഹുവിലേക്ക് യാത്ര പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് മയ്യത്ത് നമസ്കാരത്തിനും അദ്ദേഹം നേതൃത്വം നൽകി. ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഒതയമംഗലം മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിയിൽ അനുസ്മരണ യോഗം നടത്തി. ജമാഅത്തെ ഇസ്ലാമി ദേശീയ ശൂറ അംഗവും മുൻ കേരള അമീറുമായ എം.ഐ. അബ്ദുൽ അസീസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയുക, ഇങ്ങനെ മരിക്കലാണ് എന്ന് അതിന് തയ്യാറായിക്കൊണ്ടിരുന്ന ഒരാളാണ്, അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവരാണ്. അല്ലെങ്കിൽ അങ്ങനെ ആവണം നമ്മളൊക്കെ. അത് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പകർത്തേണ്ടുന്ന ഒരു മാതൃകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, അദ്ദേഹത്തിന് കടമൊന്നും ഉണ്ടാവുകയില്ല. എല്ലാവർക്കും അറിയാം. إذا أصبحت فلا تنتظر مساء وإذا أمسيت فلا تنتظر الصباح. നീ പുലരുമ്പോൾ ഉണ്ടായാൽ രാത്രി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കരുത്. മാധ്യമം ചീഫ് എഡിറ്റർ ഒ. അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഇസ്ലാമിനെ നിലനിർത്തണമെങ്കിൽ നമുക്ക് അറിവ് കൊണ്ടിരിക്കും. ആ മാർഗത്തിലേക്ക് മിക്ക ആളുകളും തങ്ങളുടെ കുട്ടികളെ അയക്കാൻ നിങ്ങൾ പുനഃപരിശോധിക്കണം. ഏറ്റവും വലിയ 4 കുട്ടികളുള്ള ഒരാൾ ഒരു കുട്ടിയെങ്കിലും ഇസ്ലാം പഠിച്ചാൽ അത് അതിന് സംസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളാൻ ശ്രമിക്കണമെന്ന് പലപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. ഏഴിമല അഹമ്മദ് മുസ്ലിം ജമാഅത്തെ ഇസ്ലാമി കേരള ജനറൽ സെക്രട്ടറി ടി.കെ. ഫാറൂഖ്, വി.പി. ബഷീർ, വി.പി. ഷൗക്കത്ത് അലി, ഇ.എൻ. ഇബ്രാഹിം മൗലവി, കെ.പി. അഹമ്മദ് കുട്ടി, ടി. അബ്ദുള്ള മാസ്റ്റർ, സി.കെ. നാഗർ തുടങ്ങിയവർ സംസാരിച്ചു. ലൈൻ ന്യൂസ് മുക്കം.